ഒരു കഥ നിങ്ങളോട് പറയാം. കഥ ഇങ്ങനെയാണ്. ലണ്ടനിലെ ഒരു ബാർ ഹോട്ടലിലാണ് രംഗം. പുലർച്ചെ 2 മണി. 2 മുഴുക്കുടിയന്മാരും ബാറിലെ 2 ജീവനക്കാരും ഒഴികെ മറ്റെല്ലാവരും സ്ഥലം വിട്ടിരുന്നു. കുടിയന്മാരിൽ ഒരാൾ മറ്റൊരാളെ ഏറെ നേരം സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കുഴഞ്ഞ നാവോടുകൂടി ചോദിച്ചു, "നിങ്ങൾ ഏത് നാട്ടുകാരനാണ്?" ചോദ്യം അത്ര രസിച്ചില്ലെങ്കിലും അയാൾ കഷ്ടിച്ച് പറഞ്ഞൊപ്പിച്ചു, "ഞാൻ ഒരു അമേരിക്കക്കാരൻ." അത് കേട്ടപ്പോൾ ആദ്യത്തെ കുടിയൻ ആഹ്ലാദം തോന്നി. അയാൾ പറഞ്ഞു, "അമേരിക്കക്കാരനോ? ഞാനും അമേരിക്കക്കാരനാണല്ലോ." ഉടനെ രണ്ടാമത്തെ കുടിയന് ഏറെ കൗതുകം. അയാൾ ചോദിച്ചു, "ഏത് പട്ടണത്തിലാണ് നിങ്ങളുടെ താമസം?" ചോദ്യം കേൾക്കേണ്ട താമസം ആദ്യത്തെ കുടിയൻ പറഞ്ഞു, "ലോസ് ആഞ്ചലസ്." "ലോസ് ആഞ്ചലസോ?" രണ്ടാമത്തെ കുടിയൻ അത്ഭുതം കൂറി. "ഞാനും വരുന്നത് അവിടെ നിന്നാണല്ലോ." അപ്പോൾ ആദ്യത്തെ കുടിയൻ ചോദിച്ചു, "അവിടെ അഡ്രസ്സ് എന്താണ്?" കുടിച്ചില്ലാതിരുന്നെങ്കിലും രണ്ടാമത്തെ കുടിയൻ അഡ്രസ്സ് കൃത്യമായി പറഞ്ഞു. 2332 ഓക്ക്വുഡ് സ്ട്രീറ്റ്. ഈ മറുപടി കേട്ടപ്പോൾ പൊട്ടിച്ചിരിയോടെ ആദ്യത്തെ കുടിയൻ പറഞ്ഞു, "ഈ നല്ല തമാശ. എൻ്റെ അഡ്രസ്സും അതുതന്നെയാണല്ലോ." ബാർ ജീവനക്കാർ 2 പേരും ഈ മുക്കുടിയന്മാരുടെ സംഭാഷണം കേൾക്കുന്നുണ്ടായിരുന്നു. അവരിലൊരാൾ ആശ്ചര്യമടക്കവാനാകാതെ പറഞ്ഞു, "ഇത് അത്ഭുതകരം തന്നെ. ഇങ്ങനെയൊരു കഥ ഞാൻ ആദ്യം കേൾക്കുകയാണ്." എന്നാൽ മറ്റേയാൾ പറഞ്ഞു, "ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. രാവിലെ ഇവരിവിടെ കുടിക്കാനെത്തിയപ്പോൾ ജ്യേഷ്ഠനും അനുജനുമാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയത്. ഇക്കഥ വിശ്വസിക്കാൻ വിഷമം തോന്നുമല്ലേ? കുടിച്ച് ബോധം പറഞ്ഞപ്പോൾ തങ്ങൾ ജ്യേഷ്ഠനും അനുജനുമാണെന്ന കാര്യം ഇവർ മറന്നുപോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാനിടയില്ല. എന്നാൽ സംശയിക്കേണ്ട, മദ്യലഹരിയിൽ മുങ്ങിയാൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. മദ്യപിശാചിൻ്റെ പിടിയിൽപ്പെട്ടാൽ ഇത് സംഭവിക്കുമെന്ന് ആരും നമ്മെ പറഞ്ഞറിയിക്കേണ്ടതില്ല. മദ്യത്തിന് ജീവിതം അടിയറ വെച്ചവരുടെ ധാരണകഥകൾ എത്രയോ നാം കേട്ടിരിക്കുന്നു. മദ്യത്തിൽ മുങ്ങി തങ്ങളുടെയും ജീവിതം താറുമാറാക്കിയ എത്രയോ പേരെ നാം കണ്ടിരിക്കുന്നു. പക്ഷേ എന്നിട്ടുമെന്തേ ഓരോ തലമുറയിലും ഒട്ടേറെ പേർ മദ്യത്തിന് അടിമകളായി മാറുന്നു. ലഹരി വസ്തുക്കളുടെ പുറകെ പോകുന്നവർ അതിന് വിശദീകരണം നൽകാൻ ഒട്ടും പിന്നോക്കമല്ല. അവർ നൽകുന്ന മുടന്തൻ ന്യായങ്ങളിലൊന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ലഹരി തങ്ങളെ ശക്തരാക്കുമെന്നാണ്. പ്രശസ്ത കനേഡിയൻ ഭിഷഗ്വരനായിരുന്ന വില്യം ഓസ്ലർ 1849-1910 ലഹരി പദാർത്ഥങ്ങളെക്കുറിച്ച് ഒരിക്കൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ചു, "സാർ, മദ്യം മനുഷ്യരെ ഉത്തമരാക്കുന്നതോടൊപ്പം കാര്യങ്ങൾ മെച്ചമായി ചെയ്യാൻ സഹായിക്കുമെന്ന് പറയുന്നത് ശരിയാണോ?" ഓസ്ലർ പറഞ്ഞു, "ഒരിക്കലുമല്ല. കാര്യങ്ങൾ മോശമായി ചെയ്യുന്നതിൽ ഒരിക്കലും ലജ്ജ തോന്നുകയില്ല എന്നതാണ് മദ്യം കഴിച്ചാലുണ്ടാകുന്ന ഫലം." ഓസ്ലർ പറഞ്ഞത് സത്യമാണെന്ന് സമ്മതിക്കാനാവില്ല. ഭർത്താവ് ഭാര്യയെ തല്ലുന്നത് അതിഹീനവും നിന്ദ്യവുമാണെന്ന് സുബോധമുള്ള ആരും സമ്മതിക്കും. എന്നാൽ മദ്യലഹരിക്ക് അടിപ്പെട്ട് ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാരുടെ കാര്യമെടുക്കുക. അവർ ചെയ്യുന്ന കാര്യം നീചമാണെന്ന് അപ്പോൾ അവരെക്കൊണ്ട് സമ്മതിപ്പിക്കാനാവുമോ? ഒരിക്കലുമില്ല. ഇങ്ങനെ മദ്യം കഴിക്കുന്നവരെല്ലാം കാര്യങ്ങൾ മോശമായി ചെയ്യുന്നവരാണ് എന്നവിടെ വിവക്ഷയില്ല. പക്ഷേ മദ്യം എന്ന ബലഹീനതയ്ക്ക് അടിയപ്പെട്ടാൽ നമ്മുടെ ജീവിതം ആകെ അലങ്കോലമാകും എന്നതിൽ സംശയം വേണ്ട. മദ്യത്തിന് അടിപ്പെടുക വഴി തങ്ങളുടെ ജീവിതം മാത്രമല്ല മദ്യപന്മാർ താറുമാറാക്കുന്നത്. തങ്ങളോട് ബന്ധപ്പെട്ട എത്രയോ പേരെയാണ് അവർ തങ്ങളോടൊപ്പം ദുരിതത്തിലേക്ക് വലിച്ചിഴക്കുന്നത്. ലഹരി പാനീയങ്ങൾ കൊണ്ട് വയറു നിറയ്ക്കുന്നവർ എടുത്തു പറയാനുള്ള മറ്റൊരു മുടന്തൻ ന്യായമുണ്ട്. തങ്ങളിൽ ഉറഞ്ഞു കിടക്കുന്ന കലാവാസനകളെ വളർച്ചയ്ക്ക് ലഹരിയുടെ ചൂട് കൂടിയേ തീരൂ എന്നതാണ്. എത്രയോ കലാകാരന്മാരും സാഹിത്യകാരന്മാരൊക്കെ ഈ ന്യായം പറഞ്ഞ് ലഹരിയിൽ മുങ്ങിയിരിക്കുന്നു. എന്നാൽ സത്യമെന്താണ്? മദ്യത്തിൽ മുങ്ങിയാൽ കലാവൈഭവം വർദ്ധിക്കുമോ? സാഹിത്യത്തിൻ്റെ മേന്മ കൂടുമോ? ആംഗലേയ ചിത്രകാരനും കവിയുമായിരുന്ന ഗബ്രിയേൽ റോസെറ്റി 1828-1882 ഒരിക്കൽ ഒരു ചിത്രകാരൻ കുറേ ചിത്രങ്ങളുമായി അദ്ദേഹത്തെ കാണാൻ ചെന്നു. മദ്യത്തിൽ മുങ്ങി ആടിയാണ് അയാൾ റൊസെറ്റിയെ സമീപിച്ചത്. തൻ്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുത്ത റൊസെറ്റിയോട് അയാൾ അഭിപ്രായം ചോദിച്ചു. ആ ചിത്രങ്ങളെല്ലാം ഒന്നിനും കൊള്ളാത്തവയായിരുന്നു. റോസെറ്റി അക്കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഉടനെ വേറൊരു സെറ്റ് ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് ആ ചിത്രകാരൻ റൊസെറ്റിയോട് പറഞ്ഞു, "ഈ ചിത്രങ്ങൾ യുവാവായ ഒരു ചിത്രകാരൻ്റേതാണ്. ഇവ എങ്ങനെയുണ്ട്?" റൊസെറ്റി ആശ്ചര്യപൂർവ്വം പറഞ്ഞു, "എത്രയോ മേന്മയുള്ള ചിത്രങ്ങൾ. ഇവ വരച്ച ചെറുപ്പക്കാരനെ എൻ്റെ പക്കലേക്ക് പറഞ്ഞു വിടൂ." അപ്പോൾ ചിത്രകാരൻ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, "ഞാനാണ് ആ ചെറുപ്പക്കാരൻ. അങ്ങയുടെ അഭിപ്രായം എൻ്റെ ഇപ്പോഴത്തെ ബോധത്തെ ശക്തിപ്പെടുത്തുന്നു. എൻ്റെ മെച്ചപ്പെട്ട കഴിവ് കുടിച്ച് ഞാൻ നശിപ്പിച്ചു." കുടിച്ച് തൻ്റെ കഴിവുകൾ താൻ നശിപ്പിച്ചു എന്ന ബോധ്യം റൊസെറ്റിയെ കാണാൻ ചെന്ന ചിത്രകാരന് വൈകിയാണെങ്കിലും ഉണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അപൂർവമാണെന്ന് പറയുകയും
കലയും സാഹിത്യവുമൊക്കെ വളർത്താനെന്ന പേരിൽ മദ്യത്തിൽ മുങ്ങുന്നവരും ആരും തന്നെ അവയെ വളർത്തി നാം കണ്ടിട്ടില്ല. മദ്യം വിഷമാണ് എന്ന് മദ്യപിക്കുന്നവരും പറയും. എന്നാൽ മദ്യം ഉപേക്ഷിക്കുന്ന കാര്യം വരുമ്പോൾ അവരുടെ ആത്മധൈര്യമൊക്കെ ചോർന്നു പോകും. പിന്നെ കൂടുതൽ ആത്മധൈര്യം ലഭിക്കുവാൻ വേണ്ടിയാവും അവർ കൂടുതൽ കുടിച്ച് കൂത്താടി തകർക്കേണ്ടതല്ല നമ്മുടെ ഈ ജീവിതം. ജീവിതത്തെ മെച്ചപ്പെടുത്താനല്ലാതെ തളർത്താൻ നമുക്ക് അവകാശമില്ല. അതേപോലെ മറ്റുള്ളവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് അവരെ സഹായിക്കാനല്ലാതെ അവ തകർക്കാൻ നമുക്ക് അധികാരമില്ല. മദ്യം നമ്മെ മാടി വിളിക്കുമ്പോൾ ഈ വസ്തുക്കളെല്ലാം നമ്മുടെ ഓർമ്മയിൽ സജീവമായി ഇരിക്കട്ടെ.